നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചട്നി. ഈ ചട്നി വടക്ക് പറ്റും, ദോശക്ക് പറ്റും, സാൻഡ്വിച്ച് ആക്കാൻ പറ്റും, പിന്നെ വേറെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. തക്കാളീൻ്റെ ചട്നിയാണ് മെയിൻലി. തക്കാളി തേങ്ങയും കൂട്ടിയിട്ടുള്ള ചട്നി, അതൊരു സ്പെഷ്യൽ ചട്നി. അതിന് വേണ്ടി തക്കാളി ഇതിങ്ങനെ പൊടി പൊടിയായിട്ട് അരിയും. ഈ തക്കാളി എണ്ണയിൽ വാടി നാര് പോലെ ആവണം, അതേ ഉള്ളൂ. അതിൻ്റെ ഒരു 3 ചെറിയ ഉള്ളി, 3 വെള്ളുള്ളി നീളത്തിൽ കീറിയത്, എല്ലാം വാട്ടാനുള്ളതാണ്. പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കരിവേപ്പില, മല്ലിയില, തേങ്ങ, ഉപ്പ്, ഇത്രയും ആവശ്യം. എടുത്ത് വെച്ചിട്ടുണ്ടേ. ഞാൻ കടായി എടുത്തിട്ട് വെളിച്ചെണ്ണയാണേ ഇതിനെടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഇത് വാടാനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി വേറെ എണ്ണയൊന്നും. ഇതിലേക്ക് ആദ്യം തക്കാളി. തക്കാളിന് നല്ലോണം ആവണം. തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി നാര് പോലെ ആവണം. ഇപ്പോഴത്തെ മറ്റേ നാടൻ തക്കാളിയാണ് പെട്ടെന്നാവും. ഇത് മറ്റേ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരു 2 ചെറിയ ഇത്രയുള്ള തക്കാളി എടുത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പ് ഇടട്ടെ. നമ്മൾ ഒഴിച്ച എണ്ണയിൽ തക്കാളി വേവണം. വെന്ത് നല്ലോണം ഉടയണം. വെന്തുടഞ്ഞു കണ്ട, കളറെല്ലാം മാറിയിട്ട് ആ എണ്ണയിൽ തക്കാളി വെന്തു. ഇനി വെളുത്തുള്ളി, ചുവന്നുള്ളി, കരിവേപ്പില, പച്ചമുളക്, അതൊന്നും നല്ലോണം പാടട്ടെ. അപ്പം തക്കാളി ഒന്നും കൂടി ഇതാവും. ഈ പച്ചമുളകിൻ്റെ എരിവേ ഉണ്ടാവുള്ളൂ. മുളക് പൊടി വെറുതെ ഒരു കളറിന് ഇടുകയും ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ കളറും കിട്ടും. വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളകെല്ലാം നല്ലോണം വാടി. അപ്പോൾ ഈ തേങ്ങ ഇട്ടു. അതിൻ്റെ പച്ചമണം പോയിട്ട് വേണം അരക്കാൻ. ഈ ചട്നിയിൽ ഞാൻ സോയ ഉണ്ടാക്കി പഠിച്ചതാണ്. ഇങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും നോക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് ആക്കിയെടുത്ത ചട്നികളാണ്. എളുപ്പത്തിൽ എന്തെങ്കിലും എല്ലാം ചേർത്തിട്ട് ഞാൻ അങ്ങ് ചട്നി ഉണ്ടാക്കും. അത് ഹീറ്റാവലുണ്ട് സാധാരണ. അങ്ങനെയെല്ലാം ചെയ്യുന്നത്. കുറച്ച് കുക്കിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമ്പിനേഷൻസ് എല്ലാം മാറ്റാൻ പറ്റും. കുറച്ച് ഉപ്പിടണം. നേരത്തെ തക്കാളി വാടാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. പിന്നെ ഇതിൻ്റെ ആവശ്യമുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അരക്കുമ്പോൾ കൂടുമല്ല. കളറിന് മുളക് പൊടിയും കൂടി ചേർക്കാൻ. കാശ്മീരി ചില്ലി കളറിന് മാത്രമേ, എരിവിനല്ല. എരിവ് ഉണ്ടാവില്ല. ഇനി ഇത് ആറിയിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് ഞാൻ കാണിച്ചു. ഇത് ആറിക്കഴിഞ്ഞു, തണുത്ത് കഴിഞ്ഞു. ഇനി മിക്സിയിലിട്ട് നല്ലോണം അരച്ചിട്ട് എടുക്കാം. നമ്മളെ ചട്നി റെഡിയായി. ഈ ചട്നി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വടക്കെല്ലാം ബെസ്റ്റാണ്. വടക്ക്, ദോശക്ക്, പിന്നെ സാൻഡ്വിച്ചിൻ്റെ മുകളിൽ പുരട്ടാൻ എല്ലാം. ടൊമാറ്റോ തേങ്ങ ചട്നി മൈ സ്പെഷ്യൽ റെഡി.